നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടൈറ്റാൻ 0.6% ഉയർന്ന് 3403 ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 86.40, ഡിവിഡൻഡ് ഈൽഡ് 0.32%. ടൈറ്റാൻ്റെ 52 വീക്ക് ഹൈ 3886, 52 വീക്ക് ലോ 2882. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ടൈറ്റാൻ 5% റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 8% കറക്റ്റ് ആവുകയാണ് ചെയ്തത്. ടൈറ്റാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൂടി ടൈറ്റാൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ള അപ്ഡേറ്റാണ്. ഇതിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിൽ ബേസ്ഡ് കമ്പനിയായ റിതം ഗ്രൂപ്പുമായി ചേർന്ന് ടൈറ്റാൻ ഒരു ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ബംഗ്ലാദേശ് മാർക്കറ്റിലേക്ക് കൂടി ടൈറ്റാൻ അതിൻ്റെ തനിഷ്ക് പ്രൊഡക്റ്റുകൾ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ആൾറെഡി 17ലധികം ഇൻ്റർനാഷണൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 17ലധികം ഇൻ്റർനാഷണൽ സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടൈറ്റാൻ. UAE, US, ഖത്തർ, സിംഗപ്പൂർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. ബംഗ്ലാദേശിൽ ബേസ്ഡ് കമ്പനിയായ റിതം ഗ്രൂപ്പ് 1972 എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിയാണ്. ടെക്സ്റ്റൈൽ ഫാബ്രിക് സെഗ്മെൻറ്റിലായിരുന്നു കമ്പനി അത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിനുശേഷം മറ്റ് ചില വെർട്ടിക്കൽസിലേക്ക് കൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. ടൈറ്റാനുമായി സഹകരിച്ച് അല്ലെങ്കിൽ ടൈറ്റാൻ എന്ന കമ്പനി റിതം ഗ്രൂപ്പിൻ്റെ സ്ട്രോങ് മാർക്കറ്റ് പ്രസൻസും ലോക്കൽ എക്സ്പെർട്ടൈസും ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ എക്സ്പാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ടൈറ്റാന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകി. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 3600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ടൈറ്റാൻ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ളൊരു സ്റ്റോക്കാണ്. 5 വർഷം കൊണ്ട് 185% റിട്ടേണും, 2 വർഷം കൊണ്ട് 73% റിട്ടേണും, 1 വർഷം കൊണ്ട് 12% റിട്ടേണും നൽകി. 10 വർഷം കൊണ്ട് ടൈറ്റാൻ 865% റിട്ടേണാണ് നൽകിയത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലേക്കും കൺസോൾട്ടേഷൻ റേഞ്ചിലേക്കും നീങ്ങിയിരുന്നു. ടൈറ്റാൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ 13,052 കോടിയിൽ നിന്നും 11,287 കോടിയിലേക്ക് ഇടിയുകയും പ്രോഫിറ്റ് 1,040 കോടിയിൽ നിന്നും 785 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. പക്ഷേ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസിൽ കമ്പനിയുടെ റവന്യൂ 47,144 കോടിയും പ്രോഫിറ്റ് 3,543 കോടിയുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൈറ്റാനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, പ്രീമിയം ഗ്ലാസ് സെഗ്മെൻറ്റിന് വേണ്ടി ടൈറ്റാൻ ബാംഗ്ലൂരിൽ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. ഏകദേശം 800 കോടിയുടെ മാർക്കറ്റ് ഷെയറുള്ള പ്രീമിയം സൺഗ്ലാസ് സെഗ്മെൻറ്റിൽ 10% CAGR കൂടിയുള്ള വളർച്ചയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച കമ്പനി കൂടിയാണ് ടൈറ്റാൻ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ വളർന്നു വരുന്ന ഫാഷൻ കോൺഷ്യസിനെയും കൂടാതെ ഡിസ്പോസിബിൾ ഇൻകത്തെ ഉയർത്താനും ഗ്ലോബൽ എക്സ്പോസർ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കമ്പനി ബാംഗ്ലൂരിൽ ഒരു പ്രീമിയം ഗ്ലാസ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആരംഭിച്ചത്. ഇതും ടൈറ്റാനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടെക്നിക്കലി ടൈറ്റാൻ എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. 3250 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 3600, 3800, ഈവൻ 4000 പോലുള്ള ടാർഗറ്റുകൾ ടൈറ്റാൻ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഉയർന്ന് 5510 ക്ലോസിംഗ് നൽകി. 5690 ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.24. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനി പ്രധാനമായും ഓട്ടോമൊബൈൽ കമ്പോണൻസും അതുപോലെ തന്നെ സബ് അസംബ്ലീസും മാനുഫാക്ചർ ചെയ്യുന്നു. ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഡോക്ടർ ആക്സിയോൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 24%-ഓളം സ്റ്റേക്കുകൾ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനി അക്വയർ ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.